സീറോ മലബാർ സഭ ഏകീകൃത കുർബാന തർക്കം അവസാനിപ്പിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജൂലൈ 3 മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് സഭ കർശന നിർദ്ദേശം നൽകി. ജൂലൈ 3 ശേഷം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്തായിരിക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തയും മേജർ ആർച്ച് ബിഷപ്പുമായ മാർ റാഫേ തട്ടിലും അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരും സംയുക്തമായി പുറത്തിറക്കിയ സർക്കുലർ വ്യക്തമാക്കുന്നു. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാർ റാഫേൽ തട്ടേൽ, സ്ഥിരം സിനഡംഗങ്ങൾ, കൂരിയ മെത്രാൻ, മേജർ ആർച്ച് ബിഷപ്പിൻ്റെ റോമിലെ പ്രൊക്കുറേറ്റർ എന്നിവരോടൊപ്പം കഴിഞ്ഞ മെയ് മാസം 13 ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചിരുന്നു. സഭയിൽ സമീപകാലത്ത് ആരാധനാക്രമ സംബന്ധമായി ഉയർന്നുവന്ന ഭിന്നസ്വരങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ സൂചിപ്പിച്ചു. 2 തവണ എഴുത്തുകൾ വഴിയും 1 തവണ വീഡിയോ സന്ദേശം വഴിയും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് നൽകിയ വ്യക്തമായ നിർദ്ദേശങ്ങൾ അവഗണിക്കപ്പെട്ടത് മാർപ്പാപ്പയെ ഏറെ വേദനിപ്പിച്ചിരുന്നു. അനുസരണമില്ലാത്തവരുടെ സ്ഥാനം സഭാ കൂട്ടായ്മയ്ക്ക് വെളിയിലാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം മെത്രാന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ മാർപ്പാപ്പ വ്യക്തമാക്കി. മാർപ്പാപ്പയുടെ ഈ വാക്കുകളെ തികഞ്ഞ ഗൗരവത്തോടെ മനസ്സിലാക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്നാണ് സർക്കുലറിൽ ആവശ്യപ്പെടുന്നത്. സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും നടപ്പിലാക്കാൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ 2 തവണ കത്തുകളിലൂടെയും 1 തവണ വീഡിയോ സന്ദേശത്തിലൂടെയും നേരിട്ട് ആവശ്യപ്പെട്ടതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി സീറോ മലബാർ സഭ മുഴുവനിലും നടപ്പിലാക്കണമെന്ന തീരുമാനത്തിന് യാതൊരു മാറ്റവുമില്ല. ആമുഖ ശുശ്രൂഷയും വചന ശുശ്രൂഷയും ഉൾപ്പെടെ വിശ്വാസപ്രമാണം കഴിയുന്നതുവരെ വചനവേദിയിൽ ജനാഭിമുഖമായും അനാഫറോഭാഗം അൾത്താരയ്ക്ക് അഭിമുഖമായും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷമുള്ള സമാപന ശുശ്രൂഷ ജനാഭിമുഖമായും കാർമ്മികൻ നിർവഹിക്കുന്നതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏകീകൃത രൂപം. മാർപ്പാപ്പയുടെയും മെത്രാൻ സിനഡിൻ്റെയും മാർഗനിർദ്ദേശങ്ങൾ ബോധപൂർവം ധിഖരിക്കുന്നത് ശീശ്മയിലേക്ക് വഴി തുറക്കുന്നതിനും അതുവഴി കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെടുന്നതിനും ഇടവരുത്തും. ഫ്രാൻസിസ് മാർപ്പാപ്പ മെയ് 13 പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ അനുസരണയുള്ളിടത്ത് സഭയുണ്ട്, അനുസരണക്കേട് ഉള്ളിടത്ത് ശീശ്മയുണ്ടാകും. 2021 നവംബർ 28 പ്രാബല്യത്തിൽ വന്ന സീറോ മലബാർ സഭയുടെ നവീകരിച്ച തക്സയിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന നിലവിൽ അർപ്പിക്കാത്ത എല്ലാ വൈദികരോടും ജൂലൈ 3 മുതൽ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ അന്ത്യശാസനമാണ് ഈ കൽപ്പനയിലൂടെ നൽകിയത്. ഇത് അനുസരിക്കാത്ത ജൂലൈ 3 ശേഷവും ഏകീകൃത രീതിയിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വൈദികർ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് പുറത്തുപോയതായി കണക്കാക്കപ്പെടുമെന്നും ഈ സർക്കുലറിൽ പറയുന്നു. ഈ വൈദികർക്ക് ജൂലൈ 4 മുതൽ കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തും. ഈ തീരുമാനം സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന എല്ലാ വൈദികർക്കും ബാധകമായിരിക്കും. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് പുറത്ത് സേവനം ചെയ്യുകയോ ഉപരിപഠനം നടത്തുകയോ ചെയ്യുന്ന അതിരൂപത വൈദികർ ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് സിനഡ് തീരുമാനത്തോടുള്ള അനുസരണവും അതിനുള്ള സന്നദ്ധതയും വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള സത്യവാങ്മൂലം ജൂലൈ 3 മുൻപായി അതിരൂപതയുടെ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് നൽകേണ്ടതാണ്. സത്യവാങ്മൂലം നിശ്ചിത സമയത്തിനുള്ളിൽ നൽകാത്തവർക്കും കത്തോലിക്ക സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ നിന്ന് ഇനിയൊരു മുന്നറിയിപ്പില്ലാതെ വിലക്കേർപ്പെടുത്തും. ജൂലൈ 3 ശേഷം ഏകീകൃത രീതിയിലല്ലാതെ ഏതെങ്കിലും വൈദികൻ സീറോ മലബാർ കുർബാനക്രമം അനുഷ്ഠിക്കുന്നുവെന്നുണ്ടെങ്കിൽ പ്രസ്തുത കുർബാന അർപ്പണത്തിൽ നിന്നും മറ്റ് തിരുക്കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. മാർപ്പാപ്പയെ ധിഖരിക്കുന്നവരും സഭയിൽ നിന്ന് ബഹിഷ്കൃതരുമായ വൈദികർ അർപ്പിക്കുന്ന കുർബാനയിൽ പങ്കെടുക്കുന്നവരുടെ ഞായറാഴ്ച കടം പരിഹരിക്കപ്പെടുന്നില്ലെന്ന കാര്യവും വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് നൽകി. പൗരോഹിത്യ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിൽ നിന്ന് സഭ വിലക്കുന്ന വൈദികർ പരികർമ്മം ചെയ്യുന്ന വിവാഹങ്ങൾ അസാധുവായിരിക്കും. രൂപതാ മെത്രാൻ്റെ അംഗീകാരമില്ലാത്ത വൈദികർക്ക് ഇടവകളുടെയും സ്ഥാപനങ്ങളുടെയും ഭരണനിർവഹണം നടത്താനോ അവയെ നിയമാനുസൃതം പ്രതിനിധീകരിക്കാനോ സാധിക്കുന്നതല്ല. ഏകീകൃത രീതിയിൽ മാത്രം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനുള്ള സന്നദ്ധത രേഖാമൂലം അറിയിക്കുന്നതുവരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദിക വിദ്യാർത്ഥികൾക്ക് ശ്മശാന പട്ടമോ പുരോഹിത പട്ടമോ നൽകില്ല. കത്തോലിക്ക സഭയിൽ നിന്ന് അകന്നുമാറാനും വിഭാഗീയതയുടെ വിത്തുകൾ വിതയ്ക്കാനും നിഷ്പക്ഷിത താൽപ്പര്യക്കാർ നടത്തുന്ന പരിശ്രമങ്ങളെയും സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന നുണപ്രചാരണങ്ങളെയും
വിവേകത്തിലും കൂട്ടായ്മയിലും ക്രൈസ്തവ മാർഗങ്ങളിലും നേരിടാൻ അതിരൂപതയിലെ പ്രബുദ്ധരായ അൽമായ സമൂഹത്തിന് പ്രത്യേകമായ കടമയുണ്ടെന്നും സർക്കുലറിൽ ഓർമ്മിപ്പിക്കുന്നു. ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നു. 2021 നവംബർ 28 മുതൽ സഭയിലെ 35-ൽ 34 രൂപതകളിലും യൂറോപ്പിലെ അപ്പോസ്തോലിക് വിസിറ്റേഷനിലും മറ്റു പ്രവാസി സമൂഹങ്ങളിലും നടപ്പിലാക്കിയ ഏകീകൃത കുർബാന എറണാകുളം അതിരൂപതയിൽ മാത്രം നടപ്പായില്ല. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ അസാധാരണമായ വിധത്തിൽ ഇടപെടലുകൾ നടത്തിയിട്ടും അനുസരിച്ചില്ല. പരിശുദ്ധ മാർപ്പാപ്പയെയും പരിശുദ്ധ സിനഡിനെയും അനുസരിക്കാത്ത വൈദികർ നേരത്തെ തന്നെ പടിക്ക് പുറത്തു പോകണമായിരുന്നു. സഭാ സംവിധാനത്തെയും സഭാ അധികാരികളെയും വെല്ലുവിളിച്ചുകൊണ്ടും അച്ചടക്കം പാലിക്കാതെയും കത്തോലിക്ക സഭ കൂട്ടായ്മയിൽ തുടരാൻ ഇക്കൂട്ടരെ അനുവദിക്കരുത്. അവർക്ക് വഴി പുറത്തേക്കുള്ളതാണ്.